നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാർ വാഷുകൾ എന്തോരം പരിചയപ്പെടുത്തിയാലും തീരില്ല. കാരണം അതുപോലെ കടല് പോലെ കമ്പനികൾ, ഓരോ കമ്പനികൾക്ക് ഒരുപാട് മോഡൽ. ഞങ്ങൾ വീണ്ടും പറയുന്നു, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു മോഡൽ മാത്രമല്ല നല്ലതുള്ളത്. നാട്ടിൽ മാർക്കറ്റിൽ ഒരുപാട് ഐറ്റങ്ങൾ നല്ലതുണ്ട്. അതിലൊരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് നല്ലത് എന്ന് തോന്നിയ, അതിനുള്ള ഫീച്ചേഴ്സ് ഉള്ള, ക്വാളിറ്റി ഉള്ള, സർവീസ് കിട്ടാവുന്ന ഒരു മോഡലാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ ആദ്യത്തെ പ്രത്യേകത റീസണബിൾ റേറ്റ് ആണ്. ഒരു മീഡിയം റേഞ്ചിൽ വരുന്നുള്ളൂ. ഒരു 7000 താഴേക്ക് മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. സർവീസ് നമുക്ക് കിട്ടും. കേരളത്തിൽ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് സർവീസ് കിട്ടും. ഇൻഡക്ഷൻ മോട്ടറാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. 130 ബാർ ഉണ്ട്. നമ്മൾ ഓൺലൈനിലൊക്കെ കാണുമ്പോൾ 200 ബാർ 220 ബാർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഉള്ള മെഷീൻസ് നിങ്ങൾ കാണും. പോയി ചതിയിൽ പെടരുത്. കാരണം 220 ബാർ മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20,000 മേളിലേക്ക്, ഒരു 15,000 മേളിലേക്കാണ് ആ ടൈപ്പ് മെഷീൻസിനൊക്കെ മാർക്കറ്റിൽ വിലയുള്ളത്. 5,000 രൂപയ്ക്കും 6,000 രൂപയ്ക്കും 220 ബാർ 300 ബാർ എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുക. ഈ കമ്പനി പറയുന്നത് മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 1600 വാട്ട്സ് ആണ്. 130 ബാറേ പറയുന്നുള്ളൂ. ആ പറയുന്ന ബാർ ഈ മെഷീൻ ഉണ്ടാകും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നതിൽ ഈ റേഞ്ചിൽ നല്ല മെഷീനാണ്. ഇൻഡക്ഷൻ മോട്ടറാണ് പറഞ്ഞു. അതിൽ ബ്ലേഡ് റോസ് ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം. ഇതിന്റെ കൂടെ പറഞ്ഞ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 month വാറണ്ടി ഉണ്ട്. കാറ്റലോഗ് അതിന്റെ കൂടെ ഉണ്ട്. ഗണ്ണ്, ഷോർട്ട് ഗണ്ണുണ്ട്. പിന്നെ നമുക്ക് വെള്ളം വലിക്കുന്ന സ്ഥലത്ത് കൊടുക്കാനുള്ള ഫിൽറ്റർ ഇതിന്റെ കൂടെ ഉണ്ട്. ഇതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓസ് മെറ്റൽ ബ്ലേഡ് റോസ് ആണ്. കമ്പിയുള്ള ടൈപ്പ് ഓസ് ആണ്. നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന ടൈപ്പ് ഓസ് ആണ്. കുറഞ്ഞ കാർ വാഷ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ ഓസ് നൈലോൺ ബ്ലേഡർ ആയിരിക്കും. നൈലോൺ ബ്ലേഡർ ഓസ് പെട്ടെന്ന് പൊട്ടിപ്പോകും. സക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇത് സക്ഷൻ സൈഡ് കൊടുക്കേണ്ട ഓസ് ആണ്. അറേഞ്ച് ഓസ് ആണ്. ടാപ്പേന്ന് കാട്ടി വെള്ളം വലിക്കണമെങ്കിൽ വലിച്ചെടുക്കാം. സാധാരണഗതിയിൽ മെഷീന് വെള്ളം വലിച്ച് വർക്ക് ചെയ്യുന്നത് നമ്മൾ പൊതുവെ പ്രൊമോട്ട് ചെയ്യാറില്ല. അതിന് കാരണം വെള്ളം വലിക്കുന്നതോടം വരെ ഈ മെഷീൻ ഡ്രൈ ആയിട്ട് ഓടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ടാപ്പേന്ന് കണക്ട് ചെയ്ത് വെള്ളം മെഷീനിലേക്ക് ഒഴുകി വരിക എന്നുള്ളതാണ് ടെക്നിക്കലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് വെള്ളം വലിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓസിന്റെ അടിയിൽ കൊടുക്കാനുള്ള ഫിൽറ്റർ ആണ്. നമുക്ക് ഈ മെഷീന്റെ ഗണ്ണ് നീളം കൂട്ടി നീളം കുറച്ച് ഉപയോഗിക്കാം. ഇത് തന്നെ ലെങ്ത് കൂട്ടാനുള്ള ഒരു എക്സ്റ്റൻഷൻ പൈപ്പാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ, ഈ ഗണ്ണിന്റെ ഫ്രണ്ട് പോർഷൻ ഇത് നമുക്ക് അയച്ചെടുക്കാം. ഇത് അയച്ച ശേഷം നമുക്ക് ഇതിവിടെ ഫിറ്റ് ചെയ്താൽ നീളം കൂട്ടി ഉപയോഗിക്കാൻ പറ്റും. ലെങ്ത് കൂട്ടി ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ടാപ്പയിൽ ഇതൊന്നും സാധാരണ മറ്റുള്ള കമ്പനിക്കാരൊന്നും കൊടുക്കാറില്ല. നമുക്ക് ടാപ്പയിലേക്ക് ഇത് കയറ്റി ടൈറ്റ് കൊടുത്ത് ടാപ്പയിലിരിക്കും. അതിനുശേഷം നമ്മുടെ ഈ ഓസ് ടാപ്പേന്ന് കൊടുക്കണമെങ്കിൽ ഓസ് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓസിന്റെ ഇപ്പുറത്തല ഈ മെഷീനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഫിറ്റിംഗ് ഒക്കെ ഈ കമ്പനി മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. വേറെ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ ഓസ് ക്ലിപ്പ് ഒരെണ്ണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓസ് ക്ലിപ്പ് ഇട്ട് മുറുക്കാം. ഫോം ബോട്ടിൽ, ഈ ഗണ്ണിന്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന ടൈപ്പ് ഫോം ബോട്ടിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മെഷീനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഫിൽറ്റർ കൊടുത്ത ശേഷം ഫിൽറ്ററുമായിട്ട് കണക്ട് ചെയ്യാനുള്ള QRC ആണ്. ഈ QRC കണക്ട് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് കയറിയില്ലെന്നുണ്ടെങ്കിൽ ഇത് വെള്ളം അവിടെ ലീക്ക് വരും. അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് കയറ്റിയിടണം. ഇവിടെ ടെക് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും, ലോക്ക് ആകും, വലിച്ച ഊരി പോരില്ല. ഇതാണ് അതിന്റെ ശരിക്കുള്ള ഫിറ്റിംഗ്. ഇങ്ങനെയാണ് ഈ ഓസിന്റെ ഒരു തല ഇവിടെ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് QRC കാർ വാഷറിന്റെ കണക്ടർ ആണ്. ഇത് ആർക്കെങ്കിലും ആവശ്യം, ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും പാർട്സുകൾ അവൈലബിൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചാറ്റ് ചെയ്താൽ ഫിൽറ്റർ, അതുപോലെ ഈ കാണുന്ന കാർ വാഷറിന്റെ കണക്ടറുകൾ, ഈ ഹോസ് കണക്ടർ എന്നാണ് പറയുന്നത്, കാർ വാഷറിന്റെ ഹോസ് കണക്ടർ. ഇത് QRC കണക്ടർ ആണ്. വലിച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാനൊക്കെ എളുപ്പമുണ്ട്, ഊരിയിടാൻ എളുപ്പമുണ്ട്. ഇതിന്റെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതിനകത്ത് നമുക്ക് പല മോഡൽ, 3/4 ഇഞ്ച്, ഇത് 1/2 ഇഞ്ച് ഹോസാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഇത് 3/4 ഇഞ്ച് ഹോസ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഊരിയിട്ട് കഴിഞ്ഞാൽ വെള്ളം പോവാത്ത മോഡൽ, അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു തരും. അതുപോലെ ഈ കാണുന്നത് ഇത് ക്ലീൻ ചെയ്യാനുള്ള, നോസിൽ ക്ലീൻ ചെയ്യാനുള്ള സൂചിയാണ്. അപ്പൊ ഇത്ര ഐറ്റം ഇതിന്റെ കൂടെ വരുന്നത്. ഇനി ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ്, 130 ബാർ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ മെഷീൻ മോഡിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി ആർക്കെങ്കിലും ഈ മെഷീന് കുറച്ചുകൂടെ പ്രഷർ കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ഈ മെഷീൻ എന്നല്ല, ഈ ടൈപ്പ് നിങ്ങളുടെ കയ്യിലുള്ള മെഷീനകത്ത് ഉണ്ടെങ്കിൽ അതിന്റെയും പ്രഷർ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് പറ്റുന്ന എല്ലാ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് അറ്റാച്ച്മെന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഗണ്ണിന്റെ നീളം എക്സ്ട്രാ ലോങ് ആയിട്ട് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ട്. ഒരു സോളാർ പാനൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അറ്റാച്ച്മെന്റ് ഇതിനകത്ത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ റോട്ടോ നോസിൽ, വെള്ളം ഇങ്ങനെ കറങ്ങിയടിക്കുന്ന ടർബോ നോസിൽ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. QRC ടിപ്പ് ഇടാൻ പറ്റും. അതെല്ലാം ചെയ്തിട്ടുള്ള അറ്റാച്ച്മെന്റ് ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് നോർമൽ അറ്റാച്ച്മെന്റ് നമ്മൾ അയച്ചു മാറ്റുക. അതിനുശേഷം എക്സ്റ്റൻഷൻ പൈപ്പ് ഇടുക.
സെയിം പിരിയല് ഇത് ഇവിടെ ഇടുവാണെങ്കിൽ നമുക്ക് ലെങ്ത് കൂട്ടി അടിക്കാം. അതുപോലെ നമ്മൾ വേറെ അറ്റാച്ച്മെന്റ് ആണ് ഇടാൻ പോകുന്നത്. ഇതിന്റെ പേര് QRC അഡാപ്റ്റർ എന്നാണ്. QRC അഡാപ്റ്റർ ബ്രാസ്. ഇത് നമ്മളിവിടെ ഫിറ്റ് ചെയ്യും. ഇനി കാണിക്കുന്ന എല്ലാം ഈ മെഷീന്റെ കൂടെയുള്ള ഐറ്റങ്ങളെല്ലാം എല്ലാ അറ്റാച്ച്മെന്റ് ആണ്. മെഷീന്റെ കൂടെ വരുന്നതല്ല. ഇനി ഈ അറ്റാച്ച്മെന്റ് തൊട്ടുള്ള എല്ലാം സ്പെഷ്യൽ അറ്റാച്ച്മെന്റുകളാണ്. ഇത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. ഇത് റോട്ടോ നോസിൽ എന്ന് പറയുന്ന ഐറ്റമാണ്. റോട്ടോ. ഇത് ഇനി ഇവിടെ നമുക്ക് ഇടാനായിട്ട് നേരെ ബാക്കിലേക്ക് വലിക്കുക, അത് പുഷ് ചെയ്ത് കയറ്റിയിടുക. QRC ടിപ്പ്, ആംഗിൾ ടൈപ്പ്. ഇത് നമുക്ക് കസ്റ്റം ചെയ്തിട്ട് നീളം കൂട്ടാൻ പറ്റും. ഇതിപ്പോ ഏതാണ്ട് 1 മീറ്ററോളാണ് വരുന്നത്. അത് നമുക്ക് ഏത് ലെങ്തിൽ വേണമെങ്കിലും നീളം കൂട്ടിയെടുക്കാൻ പറ്റും. സർവീസ് കിട്ടുന്ന ഇൻഡക്ഷൻ മോട്ടർ ആയിട്ടുള്ള ബ്രേഡ് റോസ് ഉള്ള നല്ലൊരു കാർ വാഷാണിത്. ഇത് ഇന്ത്യയിലെല്ലാം നമുക്ക് ഡെലിവറി ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഞങ്ങളോട് ചാറ്റ് ചെയ്യാം. എല്ലാവർക്കും നമ്മൾ അയച്ചു തരുന്നതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് ചാറ്റ് ചെയ്യാം. താങ്ക് യു.